തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ആരാണ് റൂഹിജാൻ? റൂഹിജാനും സന്ദീപ് തമ്മിൽ എന്ത് കണക്ഷനാണുള്ളത് എന്നുള്ളതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. റൂഹിജാൻ റിഫയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിഫയുടെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒരു ചാനൽ പ്രത്യക്ഷപ്പെട്ടു. ആ ഒരു ചാനൽ വഴിയാണ് ആദ്യമായിട്ട് റൂഹിജാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് രംഗത്ത് വരുന്നത്. ട്രോളുകൾ ഒരുപാടുണ്ടായിരുന്നു. അതായത് റിഫയുടെ ആത്മാവ് റൂഹിജാനെ അവർക്കുണ്ടായ ആ ഒരു അനുഭവങ്ങളുണ്ടല്ലോ, ആ അനുഭവങ്ങൾ അവരെ നേരിട്ട് കൊണ്ടുപോയത് കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു വീഡിയോ വന്നത്. സ്വാഭാവികമായിട്ടും ഞാനും റിയാക്ട് ചെയ്തു. നല്ല കട്ടക്ക് പരിഹസിച്ചുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഈ കാര്യങ്ങളെ ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച ആ രീതിയിലാണ്. പക്ഷെ ഞാൻ അന്നൊരു സാധാരണ രീതിയിലൊരു ട്രോൾ എന്ന രീതിയിൽ ആ വീഡിയോ ചെയ്തു. എന്നാൽ റിഫയുമായി ബന്ധപ്പെട്ടുള്ള റിഫ മെഹനാസുമായി ബന്ധപ്പെട്ടുള്ള ആ കാര്യങ്ങളിൽ എനിക്ക് സംശയങ്ങൾ ഒരുപാടുണ്ട് എന്ന് ഞാൻ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ അവസാനിപ്പിച്ചത്. അത് കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ എന്നെ കുറിച്ചിട്ട് ഇവരൊരു വീഡിയോ ചെയ്തു. അതായത് ഈ പരിഹാസങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ മറച്ചു വെച്ചൊരു കാര്യം പിന്നീടൊരു വീഡിയോയിലൂടെ ഞാൻ പറയുണ്ടായി. ഇവർ ആത്മാവിനെ കണ്ടു എന്നൊരു കാര്യം പറയുന്നുണ്ടല്ലോ. ഈ അവസ്ഥ പലപ്പോഴായിട്ട് എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. എന്നാൽ ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ കണ്ടത് അത് ഞാൻ മാത്രം കാണുന്നതാണ്, അല്ലെങ്കിൽ അതൊരു അന്ധവിശ്വാസമായിട്ട് നിങ്ങൾ എടുക്കണം. നിങ്ങൾക്ക് അനുഭവമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ വെറുതെ ചിന്തിക്കേണ്ടതായിട്ടില്ലല്ലോ. പക്ഷേ എനിക്കുണ്ടായ അനുഭവം ഞാൻ കൃത്യമായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് ഗ്യാപ്പ് ഇട്ടതിൻ്റെ ശേഷമാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനുശേഷം ഞാനും ഈ പ്രസ്തുത വ്യക്തിയെ കണ്ടു എന്നുള്ളതാണ്. അതിൻ്റെ അടിയിൽ ഒരുപാട് ആളുകൾ കമൻ്റ് ഇട്ടു, എനിക്കും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു നെഗറ്റീവ് എനർജിയിൽ വിശ്വസിക്കാതിരിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എപ്പോഴും പോസിറ്റീവ് എനർജി തന്നെ ആയിരിക്കും മുകളിൽ നിൽക്കുക. എന്നാൽ കൂടെ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഏതൊരു മതവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു നെഗറ്റീവ് എനർജിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അത് നമുക്കങ്ങോട്ട് മാറ്റിവെക്കാം. അല്ലാതെ തന്നെ ഒരുപാട് ആളുകൾക്ക് പല അനുഭവങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇവിടെ റൂഹിജാൻ റിഫയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ഒരുപാട് പേരുകളുണ്ട്. ഈ പേരുകളൊക്കെ ഞാൻ സെർച്ച് ചെയ്യുകയും അവരുമായിട്ടൊക്കെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും പല ആളുകളും എന്നോട് സംസാരിക്കുകയും ചെയ്തു. ഈ വ്യക്തികളിൽ ചില ആളുകൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതായത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഇന്നതാണെന്നാണല്ലോ റൂഹിജാൻ പറഞ്ഞിട്ടുള്ളത്. ആ വ്യക്തികൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ ഈ റിഫയുമായിട്ട് നേരിട്ടുള്ള കണക്ഷൻസ് അല്ല അവർക്കൊന്നും ഉണ്ടായിട്ടുള്ളത്. റിഫയെ അറിയാം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്ന രീതിയിൽ അറിയാം, കണ്ടിട്ടില്ല, ചില ആളുകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് അവിടുന്ന് മറുപടികൾ കിട്ടിയത്. അത് കഴിഞ്ഞ് ഞാനിതിൻ്റെ പിന്നാലെ 2-3 ദിവസം കൂടി നടന്നു, കുറേ കാര്യങ്ങൾ അറിഞ്ഞു. ഞാനത് വീഡിയോയിലൂടെ തന്നെ പുറത്തുവിട്ടു. അങ്ങനെയാണ് റൂഹിജാൻ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത്. റൂഹിജാൻ കോൺടാക്റ്റ് ചെയ്ത സമയത്ത് ഒരു കൃത്യമായിട്ട് ഞാൻ ഞെട്ടുന്ന രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളതാണ്. എന്നിലും ചില കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഞാൻ ഒളിച്ചു വെച്ച മറച്ചു വെച്ച കാര്യങ്ങൾ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കും ചില സമയത്ത് കാണാൻ കഴിയുന്ന അവസ്ഥകളുണ്ട് എന്നും അത് കൃത്യമായിട്ട് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പങ്കുവെച്ചിരുന്നു എന്നും സ്പോട്ടിൽ ഞാനത് സുഹൃത്തുക്കളോടോ അടുത്തുള്ള ആളോടോ പറയാറുണ്ട് എന്നുള്ളതും. എന്നാൽ ആളുകൾക്ക് അതിനൊരു പുച്ഛമായിട്ട് തന്നെ എടുക്കാൻ കഴിയുന്ന വിഷയമാണ്. നിങ്ങളുടെ അനുഭവമല്ല, എൻ്റെ അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് ഇത് വെറും ഒരു അന്ധവിശ്വാസമാണ് എന്നുള്ളത്. അന്ധമായി വിശ്വസിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഒന്നേ പറയുന്നുള്ളൂ, ഭയപ്പാട് വേണ്ട, ഭയപ്പെടാനൊന്നുമില്ല, അത്രയേ ഉള്ളൂ. ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് മണ്ണടിഞ്ഞ് പോയ ഒരുപാട് ആളുകളുണ്ട് അല്ലേ? എല്ലാ ആത്മാക്കളും ഒരുമിച്ച് കാണാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ കഴിയാത്ത രീതിയിൽ മണൽത്തരികൾ പോലെയായിരിക്കും, നടക്കാൻ കഴിയാത്ത രീതിയിൽ കൺജസ്റ്റഡ് ആയിരിക്കും. അത്രമാത്രം ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ എല്ലാവരെയും എല്ലാവർക്കും കാണാൻ കഴിയുന്നില്ല. എന്നാൽ എല്ലാവരും എല്ലായിടങ്ങളിലും ഉണ്ടോ? ഇല്ലതാനും. അങ്ങനെ പല കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റൂഹിജാൻ പറയുന്ന കാര്യങ്ങളിൽ റിഫയുടെ മരണവുമായി കണക്റ്റഡ് ആയി കിടക്കുന്ന, അല്ലെങ്കിൽ റിഫയുടെ കേസിൽ അല്ലെങ്കിൽ റിഫയുടെ ലൈഫിൽ പല രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയ ആളുകളൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന്, അത് ഗോൾഡ് സ്മഗ്ലിങ് അല്ലെങ്കിൽ ഈ ഒരു വ്യഭിചാരപരമായ കാര്യങ്ങളൊക്കെ UAE നടക്കുന്നുണ്ടല്ലോ, അതിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ടീംസ്, അങ്ങനെ ഒരുപാട് ആളുകൾ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ചില ആളുകൾക്കൊക്കെ അസുഖങ്ങളൊക്കെ വന്ന് കിടപ്പിലായി കിടക്കുന്നുണ്ട് എന്നൊക്കെയാണ് റൂഹിജാൻ പറയുന്നത്. എന്നാൽ ഓരോ ദിവസവും പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. അങ്ങനെ റൂഹിജാൻ പറഞ്ഞ പല കാര്യങ്ങളും നടന്നു. അതെന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം എന്നുള്ളതാണ്. സത്യസന്ധമായിട്ടാണ് ഈ വിഷയത്തിൽ ഞാൻ ഇത്രയും നാൾ സമീപിച്ചിട്ടുള്ളത്. ഇനി അങ്ങനെ തന്നെയാണ് സമീപിക്കുക. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അത് കൃത്യമായിട്ട് പുറത്തുവിടും. ഇവിടെ ഷഫീന ബീവിയുടെ കയ്യിൽ ചില തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അവർ ഓരോ തെളിവുകളും പുറത്തു വിടുമ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ ഞെട്ടിപ്പോകുമെന്നാണ് അവർ പറയുന്നത്. അത് റിഫയുമായി കണക്റ്റഡ് ആയിട്ടുള്ളതുണ്ട്, അല്ലാതെ നാട്ടിലുള്ള പല കാര്യങ്ങളിലും കണക്റ്റായി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല, എന്നെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപ് ഞാൻ ചെയ്ത വീഡിയോയിൽ ഗോൾഡ് സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ കൂടുതലായിട്ട് അതിൻ്റെ ഡീറ്റെയിലേക്ക് കടക്കുമോ എന്നുള്ള ഭയപ്പാട് കൊണ്ട് പല ആളുകളും നമുക്ക് പണിയാൻ ശ്രമിച്ചിരുന്നോ എന്നൊരു സംശയങ്ങളൊക്കെ പിന്നീട് ഉയർന്നു വന്നിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ചാനൽ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, വ്യൂ വളരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ കളികളുണ്ടോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു സൗണ്ട് കേട്ട്, എന്ത് പണ്ടാറാണാവോ. പേടിക്കാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളും ഞാൻ ചർച്ച ചെയ്തതാണ്. അതിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പണിയായിട്ട് വരുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പോസിറ്റീവ് എനർജി എന്നൊരു സംഭവം നമ്മളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും ഭയപ്പെടേണ്ടതായിട്ടില്ല. അത് ഈ സൈഡിൽ കൂടെ പോകേണ്ടത് ആ സൈഡിന് അപ്പുറത്തു കൂടെ പൊക്കോളും. അത് അത്രയേ ഉള്ളൂ. ഇനിയും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. റുഹിജാൻ അതിനുശേഷം എന്നെ കോൺടാക്ട് ചെയ്തു. അവർ പറഞ്ഞൊരു കാര്യം അതാണ്, സന്ദീപേ, ചില കാര്യങ്ങൾ പറയാൻ നിയോഗിക്കപ്പെട്ട ആളാണ് നീ. പല കാര്യങ്ങളും നിന്നിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അത് സധൈര്യം തുറന്നു പറയേണ്ട സമയങ്ങളിൽ തുറന്നു പറയുക. എടുത്തു വെക്കാനായിട്ടൊന്നും നിങ്ങളിലേക്ക് എത്താറില്ല എന്നുള്ളത്. നമ്മളെ കയ്യിലേക്ക് പല ഇൻഫർമേഷനും വരും, ഇനിയും വരും. വരുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വിഷൻസാണ്. തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല, അത് തുറന്ന് പറയുക തന്നെ ചെയ്യും. ഇവിടെ ഗോൾഡ് സ്മഗ്ലിങ്, അതേപോലെ തന്നെ ഈ സെക്സ് റാക്കറ്റ് UAE ബേസ്ഡ് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റിസ എന്നൊരു പെൺകുട്ടി മരണപ്പെട്ടു, അറിഞ്ഞില്ലേ? റിഫ മെഹനാസ് മരണപ്പെട്ടതും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒന്നും മറക്കാനുള്ളതല്ല. തുറന്നു കാണിക്കേണ്ടത് തുറന്ന് കാണിക്കുക തന്നെ വേണം. കാലം ഒന്നിനും മറുപടി പറയാതെ മുന്നോട്ട് പോയിട്ടില്ല. അതിന് എത്ര കാലം കടന്നാലും മറുപടി പറഞ്ഞേ ഒക്കൂ, അത് പറഞ്ഞിരിക്കും, അത്ര തന്നെ. റുഹിജാൻ അതിനുശേഷം 1-2 തവണയൊക്കെ എന്നോട് കോൺടാക്റ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നീട് കോൺടാക്റ്റും കാര്യങ്ങളും ചെയ്തിട്ടില്ല. അവരുടെ ചാനൽ വഴി തന്നെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവർ തുറന്നു പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ കത്തുന്നുള്ളതാണ്. പല കാര്യങ്ങളും ഇപ്പോൾ പതുക്കെ പതുക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ അത് എന്നേക്കുമായിട്ട് വായ മൂടിക്കെട്ടാനുള്ള ഒരു ആയുധമല്ല എന്ന ബോധം എല്ലാവർക്കും ഉള്ളത് നല്ലതാണ്. പറയേണ്ടതൊക്കെ പറയുക തന്നെ ചെയ്യും. ചെറിയൊരു ബ്രേക്ക് ഉണ്ടെങ്കിൽ പോലും എന്തിനാണ് പുലി 3-4 അടി ബാക്കിലോട്ട് പോകുന്ന അറിയില്ലേ? കുതിച്ച് ചാടാൻ തന്നെയാണ്. ആ ചാട്ടം ഒരു 1.5 ചാട്ടമായിരിക്കും. അത്രേ എനിക്ക് ഈ വിഷയത്തിൽ ഇനി പറയാനുള്ളൂ. സത്യം തെളിയണം, സത്യം പുറത്തു വരണം. ആർക്കും നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല. എല്ലാവർക്കും നീതി ഉറപ്പാക്കുക തന്നെ വേണം. അത്രയേ ഉള്ളൂ. ഇനി പരമാവധി ഷെയർ ചെയ്യാനും കട്ടക്ക് കൂടെ നിൽക്കാനും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. കേസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പറയാറായിട്ടില്ല, അത് പറയും. നിങ്ങൾ അന്ന് സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞ ആളുകളെ ഒന്നും ഇപ്പോൾ കാണാനൊന്നുമില്ല. കുറച്ച് ആളുകളെ കട്ടക്ക് കൂടെ നിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ പൊടി തട്ടിപ്പോയി എന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് തന്നെ ഞാൻ കരുതുന്നത്. വ്യൂ ഡൗൺ ആവുന്നത് കൊണ്ട് ചോദിക്കുകയാണ്. അത് എനിക്ക് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് വ്യൂ ഡൗൺ ആണ്. യൂട്യൂബിൻ്റെ അൽഗോരിതം ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ളതായിരിക്കും. പിന്നെ എൻ്റെ ഈ ഒരു അനുഭവങ്ങളുണ്ടല്ലോ, അത് എൻ്റെ മാത്രം അനുഭവങ്ങളാണ്. നിങ്ങളുടെ തലയിലേക്ക് അത് കയറ്റി വെക്കാൻ നിൽക്കണ്ട. എനിക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റീസെൻ്റ്ലി അറസ്റ്റിൻ്റെ ഒക്കെ കുറച്ച് മുമ്പ് ഞാൻ ഈ റിഫ എന്ന് പറയുന്ന വ്യക്തിയെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ഇത് ഈ റൂം ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെൻ്റെ സ്റ്റുഡിയോ റൂമാണ്, കാണിച്ചു തരാം. ഓക്കെ, കാണാം. ഓക്കെ, ഏകദേശം ഞാൻ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ വ്ളോഗിങ് സെറ്റപ്സ്, മനസ്സിലായില്ലേ? സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ ഇത്രയും നാളും പറഞ്ഞിട്ടുള്ളത്. അതിന് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പരമാവധി കട്ടക്ക് കൂടെ നിൽക്കുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.